ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ മാസത്തിലെ സഭ ഒരു തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. അതേതാണെന്നറിയോ? ഏതാണ്? പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ. പരിശുദ്ധ അമ്മ ആത്മശരീര വിശുദ്ധിയോടുകൂടിയാണ് സ്വർഗത്തിലെത്തിയത്. ശരീരത്തോടുകൂടിയാണ് പരിശുദ്ധ അമ്മ ശിഷ്യന്മാരെ നോക്കി നിൽക്കെ ഈശോ പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത്. നമ്മളും വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്, അല്ലേ? ആണോ? അതെ. ഒരിക്കൽ ഒരു 8ാം ക്ലാസ്സുകാരൻ എന്നോട് പറഞ്ഞു, ടീച്ചർ അവളെന്നെ തേച്ചിട്ട് പോയി. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനാണ് അവളുടെ പുറകെ പോയത്? ഞാൻ അവളുടെ പുറകെ പോയതല്ല, അവൾ എന്റെ പുറകെ വന്നതാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ സ്ഥിതി. നമ്മൾ ഓരോരുത്തരുടെയും സ്ഥിതി ഇങ്ങനെയാണ്. വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ നമ്മള് പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കണം. അവൾ എന്നെ തേച്ചിട്ട് പോയി, അവൻ എന്നെ തേച്ചിട്ട് പോയി എന്ന് പറയുന്ന ഈ കാലഘട്ടത്തില് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം, തിരുവചനം നമ്മുടെ മനസ്സിലുണ്ടാവണം, നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. നമ്മുടെ ലക്ഷ്യം തെറ്റരുത്. നമ്മൾ ജീവിക്കുന്നത് ഈശോയിലേക്ക് നോക്കി, ഈശോയെ അറിയാൻ വേണ്ടി, ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയാണ് നമ്മളുടെ ഓരോ ജീവിതവും. ഓരോ ക്രിസ്ത്യാനിയും മാമോദിസ വെള്ളം സ്വീകരിച്ച് ഓരോ ക്രിസ്ത്യാനിയും സ്വർഗത്തെ ലക്ഷ്യം വെച്ച് വിശുദ്ധിയിലാണ് ജീവിക്കേണ്ടത്. ഒരിക്കൽ ഒരു ഗുരു തന്റെ 4 ശിഷ്യന്മാരുണ്ടായിരുന്നു ഗുരുവിന്. അപ്പോ ഈ ശിഷ്യന്മാരെ അമ്പുമില്ലും അമ്പെയ്ത് പഠിപ്പിക്കാനായിട്ട് അതിന്റെ പ്രായോഗിക പരിശീലനത്തിന് വേണ്ടിയിട്ട് ഈ ശിഷ്യന്മാരെ കൊണ്ടുപോയി. എന്നിട്ട് ആ ഗുരു ഒരു മരത്തിന് ഒരു കിളി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കിളിയെ കാണിച്ചു കൊടുത്തു. ആ കിളിയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ കിളിയെ അമ്പെയ്യണം. എന്നിട്ട് 1ാമൻ അമ്പും വില്ലും എടുത്ത് വില്ലു കളിച്ച് ആ കിളിയെ അമ്പെയ്യാനായിട്ട് നിൽക്കുമ്പോ ആ ഗുരു ചോദിച്ചു, ആ ശിഷ്യനോട്, 1ാമനോട് ചോദിച്ചു, നീ എന്താണ് ഇപ്പൊ കാണുന്നതെന്ന് ചോദിച്ചു. അപ്പോ ആ ശിഷ്യൻ പറഞ്ഞു, ഞാൻ ആകാശം കാണുന്നു, ഞാൻ മരങ്ങൾ കാണുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഗുരു പറഞ്ഞു, നീ വെച്ചോ, നീ അമ്പെയ്യണ്ട. എന്നിട്ട് 2ാമനെ വിളിച്ചു, 2ാമനോട് ചോദിച്ചു. അപ്പൊ 2ാമൻ പറഞ്ഞു, ഞാൻ ആകാശം കാണുന്നു, ഞാൻ മരങ്ങൾ കാണുന്നു, അതിന്റെ ഇലകൾ കാണുന്നു, ചില്ലകൾ കാണുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, നീ അമ്പെയ്യണ്ട, നീ അവിടെ വെച്ചോ. അതുപോലെ തന്നെ 3ാമനെ പറഞ്ഞു. അത് കഴിഞ്ഞ് 4ാമനെ വിളിച്ചു. എന്നിട്ട് ഗുരു ചോദിച്ചു, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ആ കിളിയുടെ ചങ്ക് കാണുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആ കിളിയുടെ ചങ്ക് കാണുന്നു എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, നീ അമ്പെയ്തു. അവൻ അമ്പെയ്തു. ആ കിളിയുടെ ചങ്കിലൂടെ തുളച്ചു കയറി ആ കിളി അവിടെ ചത്തു വീണു. നമുക്കും ഇതുപോലെ ലക്ഷ്യം ഉണ്ടാകണം. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഈശോയെ അറിയണം. ഈശോയെ അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ കാറ്റഗറിസം പഠിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അവനെയോ അവിടെയോ കാണാനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈശോയെ അറിയാൻ വേണ്ടിയാണ്, ദൈവവചനം പഠിക്കാൻ വേണ്ടിയാണ്, പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ കാറ്റഗറിസം പഠിക്കാനായിട്ട് വന്നിരിക്കുന്നത്. വചനം എന്ന് പറയുന്നത് അത് സത്യമാണ്, അത് യേശുവാണ്. പീലാത്തോസ് ഈ ഈശോയുടെ വിചാരണ വേളയിൽ ചോദിക്കുന്നുണ്ട്, എന്താണ് സത്യം എന്ന്. അപ്പോ യോഹന്നാന്റെ സുവിശേഷം 17:17 പറയുന്നുണ്ട്, അവിടുത്തെ വചനമാണല്ലോ സത്യം, അവിടുത്തെ വചനമാണല്ലോ സത്യം. ഇതാണ് യോഹന്നാൻ 1:1 പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമാണ് യോഹന്നാൻ 1:14 എത്തിയപ്പോഴേക്കും വചനം മാംസം ധരിച്ച് യേശുവായിട്ട് അവതരിച്ചു. വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു, അവിടുത്തെ മഹത്വം നമ്മൾ ദർശിച്ചു. ആ വചനമാണ് നസ്രത്തിലെ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുമ്പോ, ആ യേശുക്രിസ്തുവിന്റെ വചനത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോ, എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒരു വചനം, ബൈബിളിലെ 73 പുസ്തകം ഉണ്ടെന്ന് നമുക്കറിയാം. അതിലൊരു പുസ്തകത്തിന്റെ പേരാണ് ഉത്തമഗീതം. ഏതാണ്? ഉത്തമഗീതം. ഉത്തമഗീതത്തിലെ 2ാം അധ്യായം 7ാം തിരുവചനത്തിൽ ഒരു വചനമുണ്ട്,
സമയമാകുന്നതിന് മുൻപേ എന്റെ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ, ഇളക്കി വിടരുതേ. എന്താണ് വചനം? സമയമാകും മുൻപേ എന്റെ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ, ഇളക്കി വിടരുതേ. പലരുടെയും മുഖം കാണുമ്പോ അവരുടെ മുഖങ്ങൾ എന്നോട് പറയാതെ പറയാണ്, ഇത് തന്നെ സമയം. ആണോ? ഇതാണ് സമയം? അല്ല, വിവാഹമെന്ന കൂദാശയിലൂടെ പുരുഷനും സ്ത്രീയും ഒന്നാകുന്ന ആ സമയമാണ് ഇവിടെ സമയമായിട്ട് പറയുന്നത്. ആ സമയം വരെ നമ്മൾ പഠിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു വചനമാണിത്. ഏതാണ്? ഉത്തമഗീതം 2:7. എന്താണ് വചനം? സമയമാകും മുൻപേ എന്റെ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ, ഇളക്കി വിടരുതേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ വചനം ജീവിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.